എൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിന് സാധാരണ മെയിൻ സ്ട്രീമിൽ നിന്ന് വ്യത്യാസം തോന്നി. അതുകൊണ്ടാണ് ഞാൻ താല്പര്യപ്പെട്ടത് തന്നെ. പക്ഷെ അതിന് വ്യൂവേഴ്സ് ഇല്ല. അല്ല, അത് നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ട്രെൻഡ് എന്നുള്ളതിൽ ഏതെങ്കിലും ഈ പൊളിറ്റിക്കൽ ഒരു ലിനി വന്നു കഴിഞ്ഞാൽ 5000 വരെ വ്യൂവേഴ്സ്. അതെ, അതല്ലാത്ത ഐഡിയോളജിക്കലി അല്ലെങ്കിൽ നോൺ പൊളിറ്റിക്കൽ, അതുപോലെ എന്തുവാ പൊളിറ്റിക്കൽ, എല്ലാം പൊളിറ്റിക്കലാണ് എന്ന് പറയാനൊക്കത്തില്ല. പാർട്ടി പൊളിറ്റിക്സ് അല്ലാതെ പറഞ്ഞാൽ പക്ഷെ എന്നാലും 2000 പേരൊക്കെ കാണുന്നുണ്ട്. ചിലതിൽ ഞാൻ കണ്ടു. 5000 പേരുടെ അതെ, അല്ലെങ്കിൽ 2000, 1500 അങ്ങനെ അല്ല. അതായത് ഒരു അതായിരിക്കും നല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റാൻസ് അതായിരിക്കുമല്ലോ കറക്റ്റ് വേർഡ്. നമ്മളൊരു സ്റ്റാൻസിലായി വേറൊന്നിനെ ഒപ്പോസ് ചെയ്യുമ്പോൾ മാത്രമേ ആൾക്കാർ നമ്മൾക്ക് ചെവി തരുന്നുള്ളൂ എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ടോ ഇപ്പോൾ സാറിൻ്റെ ഒബ്സർവേഷൻ? അതുപോലെ ഇപ്പോൾ ഒരു പൊളിറ്റിക്കലി ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഐഡിയോളജിക്കലി ഞാൻ ഇവരുടെ കൂടെയാണെന്ന് പറയുമ്പോൾ മാത്രമേ മനുഷ്യരിൽ അങ്ങനെ ഒരു ബിഹേവിയർ കൂടിയിട്ടുണ്ടോ? ഞങ്ങളുടെ ഞാനിപ്പോ 81 ആയല്ലോ. 20 വയസ്സ് മുതൽ തന്നെ ആക്റ്റീവ് ആയിരുന്നു ഈ ഓരോ കാര്യത്തിലല്ല സോഷ്യൽ കൺസേൺസിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പൊ അന്നൊക്കെ ഇത്ര അങ്ങ് ഇല്ല. വേറെ നോക്കി പറഞ്ഞാൽ ഇപ്പോഴും അങ്ങ് സത്യം ഫാക്ടിനോട് യാതൊരു അറ്റാച്ച്മെന്റ്. people are not concerned about what is true or what is fact. പിന്നെ the impact on the people, മറ്റേ ആളുകൾ എന്നുള്ളതൊരു people was the center concern. ഇപ്പം പീപ്പിൾ ഒന്നും അങ്ങനെയുള്ള ഒരു കാര്യമേ താല്പര്യമില്ല. കംപ്ലീറ്റ് ഭയങ്കര ഒരു മാറ്റം. ഞങ്ങൾക്കൊക്കെ ആ മാറ്റം നല്ലപോലെ കാണാം. കളക്റ്റീവ് എന്നുള്ള ഒരു ചിന്തയെ പോയി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എല്ലാവരും ഒരു ഇൻഡിവിജ്വൽ എന്ന ബ്രാൻഡിനെ ഇലവേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് അങ്ങ് പോയി. ഇൻഡിവിജ്വലിസ്റ്റിക് എത്രമാത്രം ഇൻഡിവിജ്വലിസ്റ്റിക് ആകണം, ഇൻഡിവിജ്വലിസ്റ്റിക് ആകണം. പക്ഷെ അതിൻ്റെ എക്സ്ട്രീമിലോട്ട് അങ്ങ് പോയിരിക്കും. ഇതൊരു പരിധിവരെ ആൾക്കാരുടെ സെൽഫിഷ്നെസ്സും കൂട്ടിയിട്ടുണ്ടോ അങ്ങനെ ഇൻഡിവിജ്വലിസ്റ്റിക്? കാരണം നമ്മുടെ സിസ്റ്റം ഈ ഇതാണല്ലോ. ആക്ച്വലി 2 തരം സിസ്റ്റമാണ് ഉള്ളത്. ഇൻഡിവിജ്വലിസ്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ അവരവനിസവും കമ്മ്യൂണിസവും. ദീസ് ആർ ദി ഓൺലി 2 സിസ്റ്റംസ്. അപ്പൊ ഈ അവരവനിസം എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിസം ഇംഗ്ലീഷിൽ പറയാം. ഇൻഡിവിജ്വലാണ് പ്രധാനം. ഇൻഡിവിജ്വലിന്റെ പ്രശ്നത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നതും ഇൻഡിവിജ്വലാണ് പ്രധാനം. ഇൻഡിവിജ്വലിന്റെ പ്രഷറാണ് പ്രധാനം. അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എനിത്തിങ് നോ മാറ്റർ എന്നുള്ളത് അങ്ങ് രൂഢമൂലമായി മനുഷ്യൻ. മറ്റേതല്ല, മാരേജ് ഫോർ ദ സൊസൈറ്റി, ഫോർ ദ കമ്മ്യൂണിറ്റി. We have to share for the others. We have to be concerned about other people more than my pressure. How is, if I seek my pressure, will it affect the blood of other people എന്നുള്ള കൺസേൺ ആയിരുന്നു. അത് കംപ്ലീറ്റ് ഇപ്പോൾ മാറി. ഒരു ചരിത്രത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ്. ഇനിയൊരു കളക്റ്റീവ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്നുള്ള ചിന്താഗതിക്കൊരു സ്പേസ് ഉണ്ടോ? അതോ ഇത് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് പോകേണ്ടതാണോ? ഇത് ഇനി വലിയൊരു ക്രൈസിൽ ചാടിക്കഴിയുമ്പോഴേ കമ്മ്യൂണിറ്റി. ഇപ്പം നമ്മളിവിടെ കോവിഡല്ല വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആ സ്പിരിറ്റ് മരിച്ചു കിടന്നു ഉയർത്തെഴുന്നേറ്റു. പക്ഷെ ആ ഷോർട്ട് ലീവ് ആയിരുന്നു. അതുപോലെ ഇനി എനിക്ക് തോന്നുന്നു വലിയ കാറ്റസ്ട്രോഫി എല്ലാം വന്നു കഴിയുമ്പോഴേ, വേദന അനുഭവിക്കുമ്പോഴേ, മനുഷ്യൻ വേദന കാണുമ്പോഴേ മനുഷ്യൻ അങ്ങനെയല്ല. ഈ സിസ്റ്റം ഇങ്ങനെ പോകുമ്പോഴൊന്നും അതിനുള്ള സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. 1-to-1 സംസാരങ്ങളിൽ പോലും ഈ ചേഞ്ച് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ആൾക്കാർക്ക്
വേറൊരാളോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സ്പേസ് ഹോൾഡ് ചെയ്യണം അറിയായക വരെ ആയി. എല്ലാവരും അടുത്തത് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ സ്വന്തം എങ്ങനെ ഇലവേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഇതിലായ പോലെ സോഷ്യൽ മീഡിയ വന്ന് അത് സ്വന്തം ഈ എൻ്റെ ഫോട്ടോ എന്നും ഫോട്ടോ നമ്മളൊക്കെ ചെയ്യുന്നത് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റേ എൻ്റെ ഫോട്ടോ മാത്രം ഇന്ന് എല്ലാ ദിവസവും 2 പ്രാവശ്യം പ്രസിദ്ധീകരിക്കാന്ന് പറയുന്ന അതൊരു നാർസിസിസം ഒരു മാനസിക രോഗമായിട്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോ ഒത്തിരി എടുക്കുക, അത് കണ്ട് ആനന്ദിക്കുക, അത് നോക്കി സന്തോഷിക്കുക, അത്തരത്തിലുള്ള സെൽഫിലേക്ക് അങ്ങ് ഉള്ള ഉൾവലിവിൻ്റെതാണ് കാണുന്നത്. പക്ഷെ എന്നാൽ ഈ ഇൻഡിവിജ്വലിസം ഇപ്പോഴും ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് കുറേ പേര് ഇപ്പോഴും ഇതിനെ പാക്കേജ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്നുള്ളതിലാണ്. ഇപ്പോൾ ഇൻഡിവിജ്വലി എൻ്റെ ബ്രാൻഡ് സോഷ്യൽ മീഡിയയിൽ ഞാൻ ആ പറഞ്ഞ ട്രെൻഡ് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോൺട്രവേഴ്സിയെ ടച്ച് ചെയ്ത് ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ഉള്ളിൽ നമുക്കറിയാം നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ബ്രാൻഡ് എന്നുള്ളതാണ്. പക്ഷെ അതിനെ എപ്പോഴും പാക്കേജ് ചെയ്യുന്നത് കമ്മ്യൂണിറ്റിയുടെ ഗുഡ് എന്നുള്ളതിലാണ്. അങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, പക്ഷെ ഒരിക്കലും അത് അങ്ങനെ കമ്മ്യൂണിറ്റിയുടെ ഗുഡാകാൻ പാകത്തില്ല. ഈ മനുഷ്യന്റെ കൂടുതൽ വേണം, ഇനിയും വേണം എന്നുള്ള ആഗ്രഹം എന്നത്തെക്കാളും കൂടുതൽ ഇപ്പോഴാണെന്നുള്ള അതിനെ കുറിച്ച് എന്താ പറയുക? പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ പറഞ്ഞതിലും അതല്ലാതെ ഇൻഡിവിജ്വൽ ലൈഫിൽ കളക്റ്റീവ് കമ്മ്യൂണിറ്റി എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വരുമ്പോൾ അത് ഷെയർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം സക്സസ് കൂടുതൽ ഉള്ള ആളെന്നുള്ളത് മാത്രമായോ? അതായത് ക്യാപിറ്റലിസത്തിന്റെ അടിസ്ഥാന പ്രമാണമാണല്ലോ, അതിന്റെ ഡൈനാമിക്സ് ആണ്. അതായത് കൂടുതൽ ആർത്തി, ഏൺ ചെയ്യാൻ ആർത്തി, അത് കൺസ്യൂമേഴ്സിനാണെങ്കിൽ കൂടുതൽ ഏൺ ചെയ്യാനുള്ള ആർത്തി, അത് കൂടുതൽ കൺസ്യൂം ചെയ്യാനുള്ള ആർത്തി, അങ്ങനെയുള്ള ആർത്തിയാണ്. ഗ്രീഡ് ആണ് സെന്റർ ഓഫ് ലൈഫ്. മുതലാളിമാർക്കാണെങ്കിൽ അത് ആർത്തി, അത് പിടിച്ചുപറി. ചരിത്രത്തിന്റെ ആദ്യകാലം മുതൽ തന്നെ ഈ ആർത്തിയുള്ളവർ പിടിച്ചുപറിയിൽ കൂടെയാണല്ലോ മൂലധനം സമാഹരിച്ചിട്ടുള്ളത്, പലതരത്തിലുള്ള പിടിച്ചുപറി. അത് ഇന്ന് അതാണ് അതിനെ ഐഡിയലൈസ് ചെയ്തു, അതാണ് ദ ബെസ്റ്റ് വേ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തു. മറ്റേ അതിനോടൊരു ക്രിട്ടിക് ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ക്രിട്ടിക് നഷ്ടപ്പെട്ടു, ഇല്ലാതായി. ഇപ്പൊ ക്യാപിറ്റലിസം അതുപോലെ കമ്മ്യൂണിസം ഇതൊക്കെ വന്നിട്ടും ഇതിനെയൊക്കെ നമ്മൾ പേരിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പോലും നമ്മൾ ആക്ച്വലി അതിനെ അഡാപ്റ്റ് ചെയ്തെന്നല്ലാതെ നമ്മൾ അതിലൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പോഴും ആൾക്കാർ, ഇപ്പോൾ സാറ് പറഞ്ഞ എക്സാക്ട് സംഭവം ക്യാപിറ്റലിസത്തിന്റെ പല രീതിയിലുള്ള വേർഷനിൽ കൂടി മാത്രമല്ലേ നമ്മൾ പോകുന്നുള്ളൂ ശരിക്കും? അതോ ക്യാപിറ്റലിസം അതിന്റെ പുതിയ മാർഗങ്ങളിൽ കൂടെ അത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതിനൊരു തൽക്കാലത്തേക്കുള്ള ഗ്യാപ് വരയ്ക്കുമ്പോൾ റിസഷൻ എന്നൊക്കെ ഉണ്ടാകുന്നുള്ള അത് പെട്ടെന്ന് ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് തന്നെ അത് പോകുന്നത്. അത് അതിന്റെ ഈ മൂലധന സമാഹരണം കൂടുതൽ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ട്, ചില വഴികൾ അടയുമ്പോൾ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ട് അത് പഴയതിനേക്കാൾ തീവ്രമായ മൂലധന സമാഹരണം നടത്തുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഇന്നിക്വാളിറ്റി കൂടുന്നതിൻ്റെ അതുകൊണ്ടാണല്ലോ. അതായത് മോർ മണി, വെൽത്ത് ആൻഡ് മണി ഫ്രം ദ പീപ്പിൾ ആൻഡ് ദ സൊസൈറ്റി ആൻഡ് ദ കൺട്രി റീച്ചസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി സൂപ്പർ റിച്ച്. അതാണ് ഒരു മെക്കാനിസമാണ്. അത് അറിയാതെ സംഭവിക്കുന്നതല്ല, അത് ബോധപൂർവം ദിസ് ഈസ് ദ മെക്കാനിസം. ആ മെക്കാനിസം ഫങ്ഷൻ ചെയ്യിക്കാൻ ഇപ്പൊ ഗവൺമെന്റും വളരെയധികം ആക്റ്റീവായിട്ട് വിജിലന്റ് ആയിട്ട് നിൽക്കുന്നു. പണ്ടൊരു ഗവൺമെന്റ് അത്രയും വിജിലന്റ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും അതിന്റെ ഭാഗമായിരുന്നില്ല. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ഈ കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് ആളുകള് അതാണ് പൊതുവെ പറയുന്നത്. അപ്പൊ വിജയം എന്താ പരാജയം എന്താന്നുള്ളത് ആണ്
അവിടെ പറയേണ്ടത്. വിജയിക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് ഇപ്പൊ കൂടുന്നു. പണ്ടങ്ങനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള എനിക്കൊരു സന്തോഷം. അതാണ് ഞാനൊരു നന്മ ചെയ്തു, അല്ലെങ്കിൽ ഇന്നൊരു പെങ്കടിച്ചുകൊണ്ടല്ല എനിക്ക് സന്തോഷം, ഞാനൊരു നന്മ ചെയ്തു എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എൻ്റെ മനുഷ്യന് മുമ്പുണ്ടായിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ് അങ്ങ് മാറിക്കഴിഞ്ഞു. ഇനി കമ്മ്യൂണിസത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴേ അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റമായിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ചില മോഡൽസ് ഒക്കെയാണ് പലയിടത്തും. കമ്മ്യൂണിസത്തിന്റെ പ്രാവർത്തികമാക്കാനുള്ള പല പല മോഡൽസ് പലരും പരീക്ഷിച്ചു. അത് കമ്മ്യൂണിസത്തിനുള്ള വ്യതിചലനമായിരുന്നു. ഉദാഹരണത്തിന് റഷ്യയില് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് മോഡൽ, റഷ്യൻ മോഡൽ ഓഫ് കമ്മ്യൂണിസം പരാജയപ്പെട്ടു. അതിന്റെ കാരണം ആക്ച്വലി ആ കമ്മ്യൂണിസ്റ്റ് മോഡലും ക്യാപിറ്റലിസ്റ്റ് മോഡൽ തന്നെയായിരുന്നു. അതായിരുന്നു ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. ഉദാഹരണത്തിന് സ്റ്റാലിൻ പറഞ്ഞത്, ലെനിന്റെ കാഴ്ചപ്പാടിന് മാറി സ്റ്റാലിൻ പറഞ്ഞു. സ്റ്റാലിൻ പറഞ്ഞത് we will make as much achievement as Europe. We will make achievement within 30 years what Europe achieved within 300 years. യൂറോപ്പ് 300 വർഷം കൊണ്ട് ആർജിച്ച ശക്തിയും സാമ്പത്തിക ഉന്നതിയും ഞങ്ങൾ 30 വർഷം കൊണ്ട് നേടുമെന്ന് അതായിരുന്നു ഇവരുടെ പ്രഖ്യാപനം. അപ്പൊ അതുകൊണ്ട് ദാറ്റ് മീൻസ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം തന്നെയാണ്. 300 കൊല്ലം കൊണ്ട് സാവധാനത്തിന് പെയിൻലെസ് ആയിട്ട് ആളുകളെ പിഴിഞ്ഞ് ക്യാപിറ്റൽ ഉണ്ടാക്കി യൂറോപ്പിൽ. അത് പിടിച്ചു പറിച്ച്, പക്ഷെ 300 വർഷം കൊണ്ട് പിടിച്ചു പറിച്ചത് 30 കൊല്ലം കൊണ്ട് ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിച്ച് പീഡിപ്പിച്ച് എക്സ്ട്രാക്ട് ചെയ്തു. എക്സ്ട്രാക്ട് ചെയ്തെന്നുള്ളത് ശരിയാ. എന്നിട്ട് 30 കൊല്ലം കൊണ്ട് പുള്ളി സാധിക്കുകയും ചെയ്തു. പക്ഷെ ബേസിക് സിസ്റ്റം അത് ക്യാപിറ്റലിസ്റ്റ്. അതായത് ഒന്ന് പ്രൈവറ്റ് ക്യാപിറ്റൽ, ഇത് സ്റ്റേറ്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഫോർമേഷൻ എല്ലാം വയലന്റ് ആണ്, ഇൻഹ്യൂമൻ ആണ്. ക്യാപിറ്റലിസത്തിലുള്ള അത് പുറമേ കാണാനുള്ള, പുറമേ രക്തം ചിന്താതെ ഉള്ള വയലൻസ് ആണ്. ഇത് പുറമേ രക്തം കാണാവുന്ന പോലുള്ള വയലൻസ്. ആ ഡിഫറൻസേ ഉള്ളൂ. കാരണം 30 കൊല്ലം കൊണ്ട് അത് സാധിക്കണമെങ്കിൽ പുറമേ കാണുന്ന വയലൻസ് കാണിക്കണം. മറ്റേത് പുറമേ കാണിക്കാനുള്ള വയലൻസിൽ കൂടെയാണ് എക്സ്ട്രാക്ട് ചെയ്തത്. അപ്പൊ ബേസിക്കലി രണ്ടും ക്യാപിറ്റലിസ്റ്റ് മോഡൽ തന്നെയായിരുന്നു സ്റ്റാലിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ക്യാപിറ്റലിസ്റ്റ് കമ്പ്യൂട്ടറിസ്റ്റ് ഉണ്ടാകുന്ന ക്രൈസിസ് പോലെ തന്നെ ഇവിടെയും ക്രൈസിസ് ഉണ്ടായി. അപ്പൊ ഈ കമ്മ്യൂണിസത്തെ ആ രീതിയിൽ പറഞ്ഞാല് പല മോഡൽസും പരാജയമായിരുന്നു. അതിന്റെ പരാജയമായ കാരണം അത് റിയൽ കമ്മ്യൂണിസം ആയിരുന്നില്ല എന്നുള്ളതാണ് ഫാക്ട്. കമ്മ്യൂണിസ്റ്റ് അപ്രോച്ച് ആയിരുന്നില്ല. അതേസമയം അല്പം വിജയം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് അതിശയിക്കണം. ക്യൂബ കഴിഞ്ഞ 60 വർഷത്തിൽ കൂടുതലായി കൊച്ചൊരു രാജ്യം, എല്ലാ ബ്ലോക്കേഡുകളും എല്ലാം ഇതുപോലെ ബ്ലോക്കേഡ് സഹിച്ച ഒരു രാജ്യമില്ല. പക്ഷെ അവിടെ ഒരു തരം കമ്മ്യൂണിസ്റ്റ് മോഡലായിരുന്നു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അവിടെ വലിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് സ്റ്റാലിൻ എന്ന് പറഞ്ഞത് യു വിൽ ഹാവ് ദ ബിഗസ്റ്റ് building, the tallest building, the longest bridge, ലോകത്തിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ്, ഏറ്റവും വലിയ ടോളസ്റ്റ് ബിൽഡിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഡിക്ലറേഷൻ ആയിരുന്നു. അപ്പൊ അതല്ല കമ്മ്യൂണിസം, അതൊക്കെ ക്യാപിറ്റലിസ്റ്റ് മോഡലാണ്. ഞാൻ റഷ്യയിലെ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് കാലത്ത് 3 പ്രാവശ്യവും അതിനുശേഷം 1 പ്രാവശ്യം. അപ്പം ആദ്യം ഞാൻ പോയപ്പോൾ താമസിച്ച ഹോട്ടല് ലോകത്തിലെ 2ാമത്തെ വലിയ ഹോട്ടലാണ്, റൊസിയ. 5000 മുറികളാണ്, 5000 റൂംസ്. അപ്പോൾ ആ ബിഗസ്റ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അപ്പൊ ആ ബിഗസ്റ്റ് എന്നുള്ളത് ക്യാപിറ്റലിസ്റ്റ് മോഡലാണ്, കമ്മ്യൂണിസ്റ്റ് മോഡല്. കമ്മ്യൂണിസ്റ്റ് മോഡല് അല്ലെങ്കിൽ അത് ഗാന്ധി പറഞ്ഞത് ഒന്നാണ്. പിന്നെ ഷുമാക്കർ എന്ന് പറഞ്ഞ ഒരു സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു ആശയം, ഗാന്ധിയുടെ ആശയത്തോട് യോജിക്കുന്നതാണ്.
അതുകൊണ്ട് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശരിയായ കമ്മ്യൂണിസം എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ക്യൂബയിലോ ഒക്കെ മാത്രമേ കാണുള്ളൂ. അവിടെ അത് വിജയിച്ചു. ചൈനയില് കമ്മ്യൂണിസം ഉപേക്ഷിച്ചിട്ട് ക്യാപിറ്റലിസം എംപ്ലോയ്സ് ചെയ്തപ്പോഴാണ് അത് വിജയിച്ചത്. ഇപ്പൊ കമ്മ്യൂണിസം എന്നുള്ള പേര് പറയുന്നേ ഉള്ളൂ. പക്ഷെ ബേസിക് ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഭൂമിയുടെ അവകാശം, ലാൻഡ് ബിലോങ്സ് ടു ദ സ്റ്റേറ്റ്, ടു ദ പീപ്പിൾ, അങ്ങനെയുള്ള ചില ബേസിക് എലമെന്റ്സ് ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഏതാണ് വിജയിക്കുന്നതെന്ന് ചോദിച്ചാൽ, അല്ല ഇതിനെ കമ്മ്യൂണിസത്തിന്റെ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് ആ ആശയം വന്നതുകൊണ്ട് ജനങ്ങൾ, ഇപ്പൊ കേരളത്തിലെ ആളുകൾക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയതും എല്ലാം അതുപോലെയുള്ള മനുഷ്യനായി തീർന്നു. അവരും തന്നെ ബോധം ഉണ്ടായതും അവരെ മനുഷ്യനെ അംഗീകരിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്നുള്ള ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാകുകയും അതിന്റെ ഫലമായി മനുഷ്യനുണ്ടായിട്ടുള്ള സോഷ്യൽ പ്രോഗ്രസ്, അതിനെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും അതിനുവേണ്ടി അത് ബാധിച്ചവരും അത് ബാധിച്ച് മരണപ്പെട്ടവരും അല്ലെങ്കിൽ അധികാരത്തിലെത്താൻ കഴിയാത്തവരും ഒക്കെ ആയിരുന്നു എന്നുള്ളത് അത്തരത്തിലാണ് അതിനെ കാണുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് ഇല്ലായിരുന്നെങ്കിൽ, ആ ആശയം വന്നില്ലായിരുന്നെങ്കിൽ സ്ഥിതി ഉണ്ടായിരുന്നത്. അത്തരത്തിലാണ് അതിനെ കാണേണ്ടത്. പക്ഷെ അങ്ങനൊന്നും അല്ല ഇന്നത്തെ ചർച്ചകളും ചിന്തകളും. ഇന്ന് ലോകത്തിലെല്ലാം അധികാരത്തിൽ നിന്ന് പോയതുകൊണ്ട് പരാജയപ്പെടുന്നത് ആണ് ഹീനമായിട്ടുള്ള കാര്യം. ജയിക്കുന്നതാണ് നല്ലത്, തോൽക്കുന്നത് ആ ഒരു ആശയം ഇപ്പോഴൊന്നും വളരെയധികം ശക്തി പ്രാപിച്ചിരിക്കുക. ശരിക്ക് കമ്മ്യൂണിസത്തിന്റെ എൻ ഗോൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സക്സസിനെ അവിടെ നമ്മൾ പറഞ്ഞ ആ സ്പെസിഫിക് പോയിന്റിൽ ഭയങ്കര ഡീപ്പ്, അതായത് പ്രൊഫൗണ്ട് ആയിട്ടുള്ള സംബന്ധം സ്റ്റാലിൻ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ 30 കൊല്ലത്തിൽ 300 കൊല്ലം കൊണ്ട് യൂറോപ്പ് അച്ചീവ് ചെയ്യാമെന്ന് പറയുന്നു. ഈ എൻ ഗോൾ ഓരോരുത്തരും സെറ്റ് ചെയ്യുന്ന അതിലാണോ എല്ലാം മാറുന്നത് ശരിക്കും? അതിനനുസരിച്ചുള്ള വഴിയും കണ്ടുപിടിക്കും. 30 വർഷം കൊണ്ട് 300 കൊല്ലത്തെ സാധിക്കണമെങ്കിൽ ഈ ചൂഷണം, പീഡനമുണ്ട്, രക്തം ഊർന്നെടുക്കുന്നത് കൂടുതൽ ഇന്റൻസീവ് ആക്കണം. സോ ആ ഗോൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് അതിന്റെ മെത്തേഡ്സും മീൻസും കണ്ടുപിടിക്കുന്നത്. ഐഡിയലി എന്തായിരിക്കണം എൻ ഗോൾ? അങ്ങനെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നുള്ള ഒരു മൂവ്മെന്റിന്റെ ഐഡിയൽ എൻ ഗോൾ എന്തായിരിക്കണം ശരിക്കും? എൻ ഗോള് എല്ലാവരുടെയും എല്ലാവർക്കും ഉള്ള മിനിമം റിക്വയർമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം എൻ ഗോൾ. അല്ലാതെ യൂറോപ്പ് അച്ചീവ് ചെയ്ത പോലെ ഹൈസ്റ്റ്, ടോളസ്റ്റ്, ലോങ്ങസ്റ്റ് അതായിരിക്കും. ഇതൊന്നും വാസ്തവത്തിൽ ചർച്ച ചെയ്യുന്നത്. ഞാനിപ്പോ പറഞ്ഞ പോലുള്ള ജയിക്കുന്നവൻ ശരിയാണ്, തോക്കുന്നവൻ തെറ്റാണ്. ചരിത്രത്തിലുടനീളം സമരം ചെയ്ത ആളുകൾ തോക്കാൻ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യന് ഇന്ന് പുരോഗതി, സാമൂഹ്യ ക്ഷേമം ഉണ്ടായിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ക്ഷേമവും സംരക്ഷണവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഒത്തിരി പേര് തോറ്റത് കൊണ്ടാണ്. അപ്പൊ തോക്കാൻ ആരും തയ്യാറാകുന്നില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ കാലത്തും ഒക്കെ സേവനമായിരുന്നു, തോക്കുക എന്നായിരുന്നു, സമൂഹക്കാരുടെ ഒക്കെ ആയിരുന്നു. അടുത്ത കാലത്ത് വന്നുകൊണ്ടേ കോൺഗ്രസ്സുകാരെല്ലാം പണം ഉണ്ടാക്കുക എന്നുള്ളത്, പണം പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കുക, ഈ സ്റ്റാലിൻ പറഞ്ഞ പോലെ പതുക്കെ ഉണ്ടാക്കുക. അങ്ങനെ ആയി കഴിഞ്ഞു രാഷ്ട്രീയം മുഴുവൻ. രാഷ്ട്രീയം മതം അതിനേക്കാളും, മതമോ രാഷ്ട്രീയത്തെക്കാളും. ആ ഒരു എൻ ഗോൾ, അതായത് ഇപ്പോൾ പ്രോമിനൻ്റ് ആയി നിൽക്കുന്ന എല്ലാവർക്കും വേണ്ട ബെയർ മിനിമം എന്നുള്ളതിനേക്കാളും ഉപരി കൂടുതൽ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ശരിയായ ഡോക്ട്രിനുകളെ മനുഷ്യനാണോ മാറ്റിക്കുന്നത്? ഇപ്പോൾ ഒരാൾ ഐഡിയലി വിചാരിക്കുകയാണ്, ഓക്കെ എൻ്റെ വേർഷൻ ഓഫ് കമ്മ്യൂണിസം കൊണ്ടുവരണം, എല്ലാവർക്കും സുഖം, സമാധാനം, ഭക്ഷണം, മരുന്ന് എന്നുള്ള അല്ലെങ്കിൽ ഷെൽട്ടർ ഇതെല്ലാം വരുന്ന ഒരു അവസ്ഥ. പക്ഷെ എവിടെയോ വെച്ച് ആ ഡോക്ട്രിൻ ഡിസോൾവ് ആയിട്ട് പോകുന്നു. അത് ഈ
ആൾക്കാരാണോ റെസ്പോൺസിബിൾ, അതായത് കൂടുതൽ വേണമെന്ന് പറയുന്ന ആൾക്കാരാണോ റെസ്പോൺസിബിൾ, അതോ ഈ ഡോക്ടറിന്റെ തന്നെ കുഴപ്പമാണോ, ഇവരെ ഉൾക്കൊള്ളിക്കാത്തതിന്റെ കുഴപ്പം? ഡോക്ടറിന്റെ കുഴപ്പമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മുതലാളിത്തം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അതിനെ ആർക്കും ബീറ്റ് ചെയ്യാനൊക്കെ അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ ശേഷിയും കേപ്പബിലിറ്റിയും ഒക്കെ എന്ന് പറഞ്ഞാൽ അൺഇമാജിനബിളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കമ്മ്യൂണിസ്റ്റിക് ആശയം എന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യനും ഒരു മീഡിയം ലൈഫ് എല്ലാവർക്കും അത്യാവശ്യം, എല്ലാവരുടെയും ലൈഫ് സംരക്ഷിക്കപ്പെടണം. വലിയ ആഡംബരം ജീവിതം അല്ല വേണ്ടതെന്ന് പറയുമ്പോൾ അതൊരു മുതലാളിത്തത്തിന് ഭയങ്കര അപകടമാണ്, ത്രട്ടാണ്. കാരണം അവരെ സംബന്ധിച്ച് മാർക്കറ്റ് ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ കൂടെയാണ് കൊള്ളയടി നടത്തുന്നത്, മാർക്കറ്റ് ബൂസ്റ്റപ്പ് ചെയ്തത്. അപ്പൊ ഈ മാർക്കറ്റ് വളർത്തുക എന്നുള്ള ആശയം അല്ല, അതിനുവേണ്ടി അങ്ങ് പരക്കം പാഞ്ഞ് നടക്കുകയാണ്. മാർക്കറ്റ് വളർത്തുകയും മാർക്കറ്റ് തങ്ങൾക്ക് കൈവശപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി അത് ഐഡിയോളജിക്കൽ ബോംബാർഡ്മെന്റിൽ കൂടെയും മീഡിയ മുഴുവൻ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സംവിധാനത്തെ ഉപയോഗിച്ച് ഈ നോളജ് ആളുകൾ കൊടുക്കുന്നതെല്ലാം ഈ തരത്തിലുള്ള നോളജാണ്. ഇപ്പൊ ഞാൻ എക്കണോമിക്സ് പഠിപ്പിച്ച എക്കണോമിക്സ് സിലബസ് ഒക്കെ പഠിച്ചു വരുന്നവർക്ക് അത് മുതലാളിത്തം ആണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് ഇതിനെ പഠിപ്പിച്ചു വിടുന്നത്. വേറെ എന്തിനെ കുറിച്ച് പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചൊന്നും ആ സിലബസിനകത്ത് തോന്നുന്നില്ല. മുതലാളിത്തമാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതാണ് പഠിപ്പിച്ചു. അത് തന്നെ പഠിപ്പിക്കുന്നു ഇങ്ങനെ. അപ്പൊ അങ്ങനെ തലമുറ അതനുസരിച്ച് മീഡിയയും എല്ലാം അങ്ങനെ പോകുന്നു. അതിന്റെ ഇപ്പോഴതിനുവേണ്ടി പണം ഒരുപാട് മുടക്കിക്കൊണ്ട് ഭയങ്കര ഭീമമായ തരത്തിൽ ഈ ഐഡിയോളജിക്കൽ ബോംബാർഡ്മെന്റിന് വേണ്ടി ഭീമമായ തോതിലാണ് പണം മുടക്കുന്നത്. കാരണം അത് ബിസിനസ്സുകാരാണ് മുടക്കുന്നത്. ബിസിനസ് മീൻസ് വലിയ മൾട്ടിനാഷണൽ വലിയ കമ്പനികൾ, അവരെ സംബന്ധിച്ചൊക്കെ നിസ്സാര കാര്യമാണ്. അങ്ങനെ പണം മുടക്കി എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ, മീഡിയയിൽ കൂടെ, ജുഡീഷ്യറിയിൽ കൂടെ, ജുഡീഷ്യറിയുടെ ഒക്കെ ഇപ്പോഴത്തെ അവരുടെ വിധികളൊക്കെ ആ തരത്തിൽ വ്യക്തമായിട്ട് കാണിക്കുന്നു. ഉദാഹരണത്തിന് ഒരു വിധി കുറച്ച് നാൾ മുമ്പ് അത് നോട്ട് ചെയ്യുന്നത് വലിയ കമ്പനിയുടെ ടാക്സിനെ സംബന്ധിച്ച് ഗവൺമെന്റും കമ്പനിയും തമ്മിലുള്ള കേസിൽ വന്നത് സുപ്രീം കോടതിയിലെ വിധി വന്നത് അതിന്റെ മെറിറ്റ് അല്ല, അതിന്റെ നിയമമല്ല പറയുന്നത്. പത്രത്തിൽ വന്നത് അങ്ങനെയാണ്. പത്രത്തിൽ വന്നത് ഇൻവെസ്റ്റേഴ്സിനെ അസംതൃപ്തരാക്കിക്കൊണ്ട് നമുക്ക് രാജ്യത്ത് വ്യവസായവൽക്കരണം നടക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് പറയുന്ന ടാക്സ് പിരിക്കേണ്ട, അവർക്ക് കൺസെഷൻ കൊടുക്കണമെന്നാണ്. അപ്പം അവിടുന്ന് വരുന്നു. കാരണം അവരും പഠിച്ചു വെച്ചേക്കുന്നത് അവിടെ തലയിൽ കയറിയിരിക്കുന്നു. നിയമം നോക്കി, നിയമം പ്രകാരം ഇതാണെന്നല്ല പറയുന്നത്. നിയമമൊക്കെ വഴി മാറും, നിയമമാണ്. അപ്പൊ ആ തരത്തിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഡിമാൻഡിനെ സംബന്ധിച്ച് പറഞ്ഞാല് ഉദാഹരണത്തിന് ഞാൻ സാറിന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ 1980s പുതിയ ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസി വന്നത് എന്തിനു വേണ്ടിയാണ്? അന്ന് കമ്പോളത്തിൽ ഒരു ഇടിവുണ്ടായി, ഇനിയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഡിക്ലൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളും ഒബ്സർവ് ചെയ്യും. നേരത്തെ ഇനി 10 കൊല്ലം കഴിയുമ്പോൾ ഇടിവുണ്ടാവും. നേരത്തെ ഒബ്സർവ് ചെയ്തൊക്കെ 1970s മുതൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ആലോചന. അതാണ് വാഷിംഗ്ടൺ കൺസെൻസസിന്റെ ആലോചന 1970s-ലാണ്. 80s-ലൊക്കെ ആയതുകൊണ്ട് അതിന്റെ പ്രപ്പോസൽ വന്നു. അതാണ് ന്യൂ എക്കണോമിക് പോളിസി, ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ പ്രപ്പോസൽ. അതിന്റെ ഊന്നൽ എന്താണെന്ന് ചോദിച്ചാല് കമ്പോളം വികസിക്കണം, അതിനുള്ള പ്രപ്പോസൽസ് ആണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് അതിന്റെ ഈ ആലോചന കൺസെൻസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഈ ബോധവൽക്കരണം ജനങ്ങളെയും കമ്പോളം വ്യാപിക്കണമെങ്കിൽ ജനങ്ങൾക്ക് അതിനുള്ള ഒരു ട്യൂണിങ് കൊടുക്കും. അതിനുവേണ്ടി അവരാലോചിച്ചപ്പോഴേ അവര് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. We have no dearth of money to assault the education system, the judiciary, the media. ഇങ്ങനെയെല്ലാം പറഞ്ഞു. No dearth of money to assault അവർ വാക്ക് ഉപയോഗിച്ചത്. ഇതിനെയെല്ലാം ഇതിനു വേണ്ടി, അതായത് അവരുടെ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ വേണ്ടി അതിന് വലിയ ബില്യൺസ് ഓഫ് കോടി രൂപ അതിന് മുടക്കിയിട്ടുണ്ട്. അവരുടെ വാക്കതാണ് യു ഹാവ് നോ ഡെർത്ത് ഓഫ് മണി ടു അസൾട്ട് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് സംഭവിച്ചതാണ് പിന്നെ ഈ ക്രിസ്ത്യൻ ചർച്ചസിനകത്ത് ഇതുണ്ടല്ലോ, ഒരു ന്യൂ പെന്തക്കോസ്റ്റ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അറിയാം? മറ്റേ പെന്തക്കോസ്റ്റുകാരെ ഈ വ്യത്യസ്തമായിട്ട് ആ പെന്തക്കോസ്റ്റുകാർ ഉദാഹരണത്തിന് ജൂബിലറി ധരിക്കാൻ പാടില്ല. ന്യൂ പെന്തക്കോസ്റ്റുകാർക്ക് പറ്റും. പെന്തക്കോസ്റ്റുകാരെല്ലാം ഒരു തരം ഈ ഡിസയർ ഇസ് എ സിൻ. ഒരു കാലത്ത് 70s വരെയൊക്കെ എല്ലാം ഞങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോഴെല്ലാം ഡിസയർ ആണ് ഏറ്റവും വലിയ സിന്ന്. ബുദ്ധ പറഞ്ഞത് അതാണ്, ഗാന്ധിയും പറഞ്ഞത് അതാണ്. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് ഓൾ സിൻസ്. ഡിസയർ കുറയ്ക്കുക, എങ്കിൽ മാത്രമേ മനുഷ്യന് രക്ഷ ഉണ്ടാകത്തുള്ളൂ, മോശം ഉണ്ടാകത്തുള്ളൂ. ഇതാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡിസയർ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിക്ലൈൻ ചെയ്യും. ഡിസയർ എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. യു മൾട്ടിപ്ലൈ യുവർ ഡിസയർ, ദാറ്റ് ഈസ് ദി സൈൻ ഓഫ് ദ ബ്ലെസ്സിംഗ് ഓഫ് ഗോഡ് എന്നുള്ളതാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ച് പഠിപ്പിക്കുന്നത്. 1980s-ലും 90s-ലുമാണ് ഈ ചർച്ച ഉണ്ടാകുന്നത്. മനസ്സിലായി? ടൈം കോയിൻസൈഡ് ചെയ്യുന്നു. That means we have no dearth of money to assault all the systems of knowledge. എന്ന് പറയുമ്പോൾ സെമിനാരികളിലെ പഠിപ്പിനെയും സ്വാധീനിക്കാൻ വേണ്ടി അവർ പണം കൊടുക്കും. സെമിനാരികളിൽ യു ടീച്ച് ദ ഡിഫറെന്റ് തിങ്. ഡിസയർ സിൻ ആണെന്ന് പഠിപ്പിക്കുന്നത്. ന്യൂ ജനറേഷൻ ചർച്ച പറഞ്ഞ് എന്തും ആഗ്രഹിച്ചോളുക, ദൈവം തരും എന്നുള്ളതാണ്. മറ്റേ ഇപ്പം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. അല്ലാതെ വലിയ വീടുകളെ, വലിയ കാറുകളെ, ഇങ്ങനെ എന്തും ആഗ്രഹിച്ചോളൂ, നിങ്ങളുടെ ശേഷിക്കപ്പുറത്ത് ആഗ്രഹിച്ചോളൂ, ദൈവം തരും എന്നുള്ള പഠിപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ മനുഷ്യന്റെ മനസ്സിനെ ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം മരുക്കിയെടുക്കുന്നത് ഒരാവശ്യത്തിന്. അപ്പം ഒരു വഴിക്കൂടല്ല, പല വഴിക്കൂടുള്ള എല്ലാ വഴിക്കൂടെയും കടന്ന് പിടിച്ച് മനുഷ്യന്റെ മനസ്സിനെ അങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതാണ് വലിയൊരു, അതാണ് ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. ഞാൻ എൻ്റെ ഈ ഐഡിയകൾ പറയുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് അതൊരു ഓൾമോസ്റ്റ് യൂട്ടോപ്പിയ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാത്ത ഒരു ലോകത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു പരിധിവരെ ഞാൻ മിണ്ടാതാവും. കാരണം ഞാനും ആലോചിക്കും, ശരിയാണല്ലോ, ഇതാരും കേൾക്കാനോ അല്ലെങ്കിൽ ആരും ഉൾക്കൊള്ളാനോ ആഗ്രഹിക്കുന്ന ഒരു ഐഡിയോളജി അല്ല. അപ്പം നമ്മളിപ്പോൾ പറയുന്ന ഈ ഐഡിയോളജിക്ക് ശരിക്കും ഇന്നത്തെ ലോകത്തൊരു സ്ഥലവും ഇല്ലേ? നമ്മൾ ഇത് അഡാപ്റ്റ് ചെയ്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നതാണോ ശരിക്കുള്ള റിയാലിറ്റി? ഞാനതിനെ റെബൽ ചെയ്തുകൊണ്ട് പോകുന്നു. പക്ഷെ എല്ലാവരും എന്നോട് എവിഡൻ്റായിട്ട് പറയുന്നത് അതൊരിക്കലും ഫ്രൂട്ട്ഫുൾ അല്ല, ഈ ഡ്രീം ഒരു യൂട്ടോപ്യൻ ഡ്രീമാണ്. അങ്ങനെയാണോ? അല്ല, യൂട്ടോപ്യൻ ഡ്രീം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ആരെങ്കിലും ഒക്കെ ഈ ചരിത്രത്തിൽ കാലത്തും കുറച്ച് കൊണ്ടന്മാരെ യൂട്ടോപ്യൻ ഡ്രീം കാണുകയും അത് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിലേ യൂട്ടോപ്യൻ വളരെ ദൂരത്തുള്ള അല്പം പഴയ അല്പമെങ്കിലും മുകളിലോട്ട് മനുഷ്യൻ ചിന്ത ഇങ്ങനെ അത് സമൂഹത്തിന്റെ ഒരു അത്തരത്തിലുള്ള മണ്ടന്മാരാണ് കുറച്ച് പേര്. കുറെ മണ്ടന്മാരുണ്ടെങ്കിലേ ഈ ബാലൻസ്, അവരാണ് ഈ ബാലൻസ് തലയിൽ കുത്തി വീഴാതെ കാത്തു സൂക്ഷിക്കുന്നത്. അത്തരം റോള് കുറച്ച് പേര് മണ്ടന്മാരെ ഏറ്റെടുക്കുന്നു, അവരെ മണ്ടന്മാരെന്ന് മുദ്ര കുത്തുന്നു. അതാണ് ഒരു സിറ്റുവേഷൻ.
അതുകൊണ്ട് നമ്മുടെ കോൺഷ്യൻസ് ആണല്ലോ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മുടെ കോൺഷ്യൻസ് അങ്ങനെ മണ്ടനാകുന്നത് ഐ ആം സാറ്റിസ്ഫൈഡ് എന്നുള്ള ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേര് ഇല്ലെന്ന് പറയാനൊക്കത്തില്ല.